ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള സർക്കാർ തീരുമാനം പ്രായോഗികമല്ലെന്ന് ഭക്തജന സംഘടനകൾ. തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. വിഷയം നിയമപരമായി നേരിടുമെന്ന് ഹൈന്ദവ സംഘടനകളും അറിയിച്ചു. ശബരിമല വണ്ടരമകര വിളക്ക് കാലത്ത് പ്രതിദിന സന്ദർശനം നടത്തുന്ന ഭക്തരുടെ എണ്ണം 80,000-ആയി കുറയ്ക്കുന്ന സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. സർക്കാർ നടപടി അയ്യപ്പ ഭക്തരെ വെല്ലുവിളിക്കുന്നതാണെന്നാണ് ഹിന്ദു സംഘടനകളുടെ ആരോപണം. അപ്രായോഗിക നിർദ്ദേശം ശബരിമല തീർത്ഥാടനത്തെ തന്നെ തടസ്സപ്പെടുത്തുന്നതാണെന്ന ആക്ഷേപവും ഉയരുന്നു. പണപ്പിരിവ് മാത്രം ലക്ഷ്യമിട്ടുള്ള സർക്കാർ നിർദ്ദേശം ശബരിമലയുമായി ബന്ധപ്പെട്ട ഭക്തജന സംഘടനകളുമായി പോലും കൂടിയാലോചിക്കാതെയാണ്. അതിനാൽ തന്നെ വിഷയം നിയമപരമായി നേരിടാനാണ് ഹിന്ദു സംഘടനകളുടെ തീരുമാനം. സർക്കാരിന്റെയും പോലീസിന്റെയും വീഴ്ച കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ പരിചയസമ്പന്നരായ പോലീസുകാരെ നിയോഗിക്കാത്തതും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. സർക്കാരിനുണ്ടായിരുന്ന വീഴ്ചയുടെ ഉത്തരവാദിത്തം ഭക്തരുടെ മുകളിൽ ചാർത്തുന്നത് പോലെയാണ് പുതിയ നിയന്ത്രണങ്ങൾ. ഇനി വെർച്വൽ ക്യൂ മാത്രം മതി എന്ന തീരുമാനവും വിമർശനത്തിന് വഴിയിടുന്നു. 41 ദിവസം വ്രതം പൂർത്തിയാക്കി ശബരിമലയിലെത്തുന്ന പതിവ് പോലും ഇനി വെർച്വൽ ക്യൂ നിയന്ത്രണങ്ങൾക്കനുസരിച്ച് മാറ്റേണ്ടി വരുമോ എന്നതാണ് ഭക്തരുടെ ആശങ്ക. ജനം, തിരുവനന്തപുരം.